അപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൻ്റെ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ ഈ കിച്ചൺ? നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് നമുക്ക് കുക്കിംഗ് തുടങ്ങുന്നതിനെക്കാട്ടിലും മുമ്പേ ഒരാളിനെ വിളിക്കണ്ടേ? ഷെഫ് അങ്കിളിനെ വിളിക്കാം നമുക്ക്. വിളിച്ചോളൂ. എന്താണ് ഇവിടെ പരിപാടി? ഒന്നും കേട്ടില്ല. പ്രോൺ കോക്ടെയിൽ. പിന്നെ വേറെ ചോക്ലേറ്റ് ഡ്രിങ്ക് അല്ലേ? ചോക്ലേറ്റ്. നല്ല മണമുണ്ടല്ലോ, നല്ല പ്രോൺസിന്റെ ഒക്കെ മണമുണ്ടല്ലേ. നമുക്ക് നോക്കാം. ഇവർക്ക് നമുക്ക് രണ്ട് പിന്നെ ടാസ്ക് കൊടുത്തിരിക്കണം. ഒന്ന് നമ്മുടെ പ്രോൺ കോക്ടെയിലും പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഒരു ചോക്ലേറ്റും പിന്നെ യോഗട്ടും കൊണ്ട് ഡ്രിങ്കും. ഓക്കെ, അപ്പൊ അത് രണ്ടുപേർക്കും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് ആ ഒരു പ്രസന്റേഷൻ എങ്ങനെ നോക്കാൻ പറ്റാണ്. അതിനു മുമ്പ് നമുക്ക് ഇവരുടെ ഒരു പിന്നെ യൂണിഫോം, കുക്കിംഗ് പോകുമ്പോൾ യൂണിഫോം ഒക്കെ വേണ്ടേ? വേണ്ടേ? യൂണിഫോം ഇല്ലാതെ കിച്ചണിൽ കയറാൻ പറ്റില്ലല്ലോ. ഷെഫിന്റെ പോലത്തെ തൊപ്പി ഇല്ലെങ്കിലും ചെറിയൊരു തൊപ്പി കൊടുക്കാം അല്ലേ? അപ്പൊ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മളുടെ മിസംബ്ല ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാം. ഓക്കെ, അത് എന്തൊക്കെയാണെന്നൊന്ന് പറയണം കേട്ടോ. പ്രോൺസ് കോക്ടെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മയോണൈസ്, ഷുഗർ, കെച്ചപ്പ്, സോൾട്ട്, ലെമൺ ആൻഡ് പ്രോൺസ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരെന്താ? പ്രോൺസ് കോക്ടെയിൽ, കാബേജ്, ക്യാരറ്റ്, പ്രോൺസ്, കെച്ചപ്പ്, സോസ്, ലെമൺ, ഷുഗർ, മയോണൈസ്, സോൾട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ 10 മിനിറ്റ്സിൽ കുക്കിംഗ് കഴിക്കണം. കുക്കിംഗ് മാത്രമല്ല, ക്ലീനിങ്, ഡെക്കറേഷൻ ഒക്കെ കഴിക്കണം. അപ്പം അതിനൊക്കെ സ്പെഷ്യൽ മാർക്കുണ്ട്. എൻ്റെ അടുത്ത് ടൈമർ ഉണ്ട്. ഞാൻ ടൈമറിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും. റെഡിയാണോ? So your time start now. ഇവരിപ്പോ നമ്മള് പ്രോൺ കോക്ടെയിലിലെ പ്രോൺസ് ഇവർ ബോയിൽ ചെയ്ത് തുടങ്ങാണ്. ഓക്കെ മോളെ, എന്താ ചെയ്യുന്നേ? കുക്ക് ചെയ്യാൻ. പ്രോൺസ് കുക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ? പ്രോൺസ് കുക്ക് ചെയ്യാൻ തുടങ്ങി. എന്തായി നിങ്ങളുടെ കാര്യങ്ങള്? ക്യാബേജ് കട്ട് ചെയ്ത് കഴിഞ്ഞോ? ടൈം ഇനി നിങ്ങൾക്ക് 7.5 മിനിറ്റ് കൂടെ ഉള്ളൂ. യാസിൻ, 7.5 മിനിറ്റ് കൂടെ ഉള്ളൂ. കഴിയാറായോ നിങ്ങളുടെ? കഴിയാറായി. ഇതിലിപ്പോൾ എന്തൊക്കെയാ ചെയ്ത്? പ്രോൺസ് വേവിച്ചു, അതിനെ കോരിയെടുത്തു, ക്യാബേജും ക്യാരറ്റും അരിഞ്ഞു, ഉപ്പിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, ഉപ്പ് മാത്രം ഉള്ളോ? പെപ്പറുണ്ട്. ഓക്കെ, ഇനി ഒരു 6.5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ചെയ്തെന്ന് വേഗം പറഞ്ഞേ. ക്യാബേജും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് സോൾട്ടും ഷുഗർ ഇട്ട് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫൈൻ. നിങ്ങൾ പ്രസന്റേഷൻ തുടങ്ങിയോ? നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് ഒക്കെ പൂർത്തിയാവണേക്കാട്ടിലും മുന്നേ 10 മിനിറ്റിന് മുമ്പ് രണ്ടുപേരുടെയും കഴിയുമോ ഒന്ന്? ആണോ? ഓക്കെ, യാസിൻ സ്പീഡപ്പ് ചെയ്തോളൂ. ദിയ, കഴിഞ്ഞോ? ഇനി അടുത്തതുണ്ടോ? ഓക്കെ, ഫൈൻ, ചെയ്തോളൂ. ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഹണി യോഗ ഡ്രിങ്ക്. ഹണി യോഗ ഡ്രിങ്ക്. ഓക്കെ, ഫൈൻ.
യോഗട്ടും ഹണിയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. യോഗട്ടും ചോക്ലേറ്റ്. ചോക്ലേറ്റ്. ഇനി ഒരു 3 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇനി പ്രസന്റേഷൻ്റെയും നീറ്റ്നെസ്സിൻ്റെയും ഒക്കെ ടൈമാണ്, ക്ലീൻ ചെയ്യാനുള്ള ടൈമാണ്. അനാമിക ടെൻഷൻ അടിച്ചിട്ടാണോ മിണ്ടാതെ നിൽക്കുന്നേ? ആണോ? അവിടെ നോക്കിയപ്പോ ഇവിടെ ചെറിയ ടെൻഷൻ അല്ലേ? ഓക്കെ. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. നിങ്ങൾ വേഗം ക്ലീൻ ചെയ്ത് തുടങ്ങിക്കോളൂ. ഇനി 50 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. രണ്ടുപേരും പെട്ടെന്ന് തീർത്തോളൂ പ്രസന്റേഷനും ക്ലീനിങ്ങും ഒക്കെ. ഇനി 40 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. കൈ മുറിക്കരുത് കത്തി യൂസ് ചെയ്യുമ്പോൾ. ഇനി 20 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. 10 സെക്കൻഡ്സ്. സമയം തീരാൻ പോകുന്നു. 5 സെക്കൻഡ്സ്. 4 3 2 and 1. Chance up. കഴിഞ്ഞു. കഴിയില്ല. 2 ടീമും വന്ന് ഷെഫിന് പ്രസന്റ് ചെയ്തോളൂ. ഇതൊക്കെ ഇവര് തന്നെ ചെയ്താന്ന് എനിക്ക് സംശയം. തീർച്ചയായിട്ടും എനിക്കും അത് തന്നെ തോന്നുന്നത്. നല്ലൊരു സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ഡിഷിന്റെ ഒരു ലുക്കാണ്. നല്ല പ്രസന്റേഷൻ ആയിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ കൊള്ളാം. രണ്ടുപേരുടെ പ്രസന്റേഷൻ ഓക്കെ. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം, മാർക്കിലേക്ക് പോവാം. അതെ. താങ്ക് യു സോ മച്ച്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ദിയയുടെ ഗ്രൂപ്പിന്റെ ഹണി യോഗട്ട് അല്ലേ? പക്ഷേ പിന്നെ 2 കൂട്ടർക്ക് ഒരു കാര്യം കൂടി ചെയ്യാമായിരുന്നു. കുറച്ച് ഷുഗർ കയറ്റാമായിരുന്നു. കുറച്ച് ഷുഗർ 2 പേരും ഇട്ടിട്ടില്ല. അതെ, ആ ഷുഗർ കയറ്റിയിരുന്ന കുറച്ചുകൂടെ ഒന്ന് ഇതാകുമായിരുന്നു. പ്രസന്റേഷൻ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രസന്റേഷൻ ഇതിനെ പറഞ്ഞു. ഇത് ടീം ബിയുടേത്. ഓക്കെ, ഇത് ടീം എയുടേത്. ഇതാണ് ഏറ്റവും നല്ല പ്രസന്റേഷൻ ആയിരിക്കുന്നത്. ഓക്കെ, ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 2 പേർക്കും പിന്നെ ഷുഗർ ഇട്ടിട്ടില്ല. 2 പേരും ഇട്ടിട്ടില്ല ഷുഗർ. ഓക്കെ, ഈ കോക്ടെയിൽ നോക്കാം. ഇതാണ് നല്ലത് പ്രസന്റേഷൻ വൈസ് ആൻഡ് ടേസ്റ്റ് വൈസ്. അപ്പോൾ ഞാൻ ആർക്ക് മാർക്ക് കൊടുക്കാം? എനിക്കറിയില്ല. ഒന്ന് അവിടെ പോയി ഒന്ന് ഇവിടെ പോയി. ഗിഫ്റ്റ് എന്തായാലും ഈക്വൽ ആണ്. ഗിഫ്റ്റ് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. അപ്പൊ വേണമെങ്കിൽ 2 വിന്നേഴ്സ് ആവാം. ഇതാണ് ബെസ്റ്റ് കോക്ടെയിൽ. ഓക്കേ, ഇത് ഡ്രിങ്ക് ബെസ്റ്റ് ഇതാണ്. അപ്പോൾ എങ്ങനെ പ്രൈസ് എങ്ങനെ കൊടുക്കാം? 2 ഫസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈക്വലി 2 പേർക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കേ, കൺഗ്രാറ്റുലേഷൻ ബോത്ത് ടീംസ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഭയങ്കര സ്പെഷ്യൽ എപ്പിസോഡായി. 2 വിന്നേഴ്സ്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? പിന്നെ പാട്ട് പാടും, ഡാൻസ് ചെയ്യില്ലേ ദിയ? ഓക്കെ, പാടൂ. സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമപ്പൂവിരിഞ്ഞാൽ, ഒരു കുങ്കുമപ്പൂവിരിഞ്ഞാൽ, കന്യാകുമാരി കടൽ തീര സ്വാഗതമംഗൾ പാടേണം, സ്വാഗതമംഗളം പാടേണം, സ്വാഗതമംഗളം പാടേണം, സ്വാഗതമംഗളം പാടേണം.